അപ്പോൾ നമ്മുടെ ഇന്നത്തെ 7 ഡേയ്സ് റൈസ് വാട്ടർ ചലഞ്ചിലെ ഡേ 2 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ സാധാരണ നമ്മൾ ഡെയിലി പാക്കുകൾ ചെയ്യലില്ല, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഡെയിലി പാക്കുകൾ ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാനായിട്ട് ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത്. ഞാൻ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വേലി ചെമ്പരത്തി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ചെമ്പരത്തിപ്പൂ ഇല്ല എങ്കിലും നമ്മുടെ ഇന്നത്തെ പാക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇന്നത്തെ പാക്ക് സിമ്പിളാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അത് മാത്രമല്ല, മുടിയുടെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാനും ഇന്നത്തെ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഷാമ്പു ചേർത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് ഉണ്ട്, മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയണം. എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ കിട്ടാത്തവർ ഇപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലൊക്കെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എടുത്തത് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ നമുക്ക് മുടിക്ക് എപ്പോഴും വേലിച്ചെമ്പരത്തിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ വേലിച്ചെമ്പരത്തി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെമ്പരത്തിയാണ് വീട്ടിലുള്ളതെങ്കിൽ അത് ഉപയോഗിക്കും. നമ്മുടെ മുളക് ചെമ്പരത്തി, ആ നീളത്തിലുള്ള തിരിച്ചെമ്പരത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊഴിച്ച് വേറെ ഏത് ചെമ്പരത്തി ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഏത് കളർ ചെമ്പരത്തി ആണെങ്കിലും കട്ട ചെമ്പരത്തി ആണെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചെമ്പരത്തിപ്പൂ ഇല്ല, നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് എന്തായാലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇനി കുറവാണ് കിട്ടുന്നതെങ്കിൽ കുറവ് എടുത്താൽ മതി, കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് ചെമ്പരത്തിപ്പൂ പൂവൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പാക്ക് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് തയ്യാറാക്കാനുള്ള കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 7 ദിവസവും നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ കഞ്ഞിവെള്ളം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാൻ കുറേ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു പാക്ക് തയ്യാറാക്കാൻ എത്ര ആവശ്യമുണ്ടോ നിങ്ങളുടെ മുടിക്ക് നിങ്ങൾക്ക് അറിയാലോ, അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചെമ്പരത്തിപ്പൂ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരിൽ കഞ്ഞിവെള്ളം സ്യൂട്ടാവാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ കഞ്ഞിവെള്ളം സ്യൂട്ടാവാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. കഞ്ഞിവെള്ളം ഉപയോഗിക്കണം എന്നില്ല. പിന്നെ ചെമ്പരത്തിപ്പൂ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടിക്ക് നല്ല രീതിയിലൊരു ഷൈനിങ് തരാനും മുടിയുടെ ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒക്കെ മാറ്റിയെടുക്കാൻ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിതാ ചെമ്പരത്തിപ്പൂ എല്ലാം കഞ്ഞിവെള്ളത്തിലേക്ക് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒട്ടും ചെമ്പരത്തിപ്പൂ കിട്ടില്ല, പുറമേക്കാണ് താമസിക്കുന്നതെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിനകത്തേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്, അത് മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഇന്നത്തെ പാക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഞാനിതായത് നന്നായിട്ട് തന്നെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ കഞ്ഞിവെള്ളത്തിന്റെ കളറൊക്കെ തന്നെ ആ ഒരു ചെമ്പരത്തിപ്പൂവിന്റെ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അലോവേറയാണ്. ഞാൻ ഇവിടെ ഫ്രഷ് അലോവേറ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെമ്പരത്തിപ്പൂവും അലോവേറയും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഹെയർ ഗ്രോത്തിനും മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറ്റിയെടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പച്ചഭാഗമൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ജെല്ല് മാത്രമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചേർക്കുമ്പോൾ കട്ടയില്ലാണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് ആദ്യമേ ചേർക്കാത്ത എന്താന്ന് വെച്ചാൽ, നമ്മൾ അലോവേറ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഞെക്കി പിഴിയുന്ന സമയത്ത് പിന്നെ ചെമ്പരത്തിപ്പൂ അങ്ങനെ മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അരച്ചെടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അലോവേറ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അലോവേറയും ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പാക്കും അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അരിക്കാതെ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് റെഡി ആയിട്ടുണ്ട്. പാക്കിന്റെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനും, താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനും, സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മുടി വളരാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഓയിൽ തേക്കണം. ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുടി ചീകുന്നത് ഏറ്റവും നല്ലതാണ്. പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് മുടി ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിൽ മുടിയിലും തേക്കുക. കഴിഞ്ഞ ദിവസം തേച്ച അത്ര അളവിൽ ഓയിൽ തേക്കരുത്, കുറഞ്ഞ അളവിൽ മാത്രമേ ഓയിൽ തേക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ട് ഡ്രൈ ഹെയറുകാരാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എണ്ണ തേക്കുക, ഓയിലി ഹെയർ ആണെങ്കിൽ ഒരുപാട് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി പാക്ക് തേക്കാം. പാക്ക് സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ചാൽ മതി. മുടിയിലേക്ക് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്കാൽപ്പിൽ നിങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിവെള്ളം പറ്റാത്തവരാണെങ്കിൽ ഈ 2 ഇൻഗ്രീഡിയൻസും നിങ്ങൾ വെള്ളത്തിൽ ചേർത്തിട്ട് ചെയ്താൽ മതി. പിന്നെ ചെമ്പരത്തിപ്പൂ ഇല്ലാന്നാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഉപയോഗിക്കാം, അതും ഇല്ലാന്നാണെങ്കിൽ അലോവേറ മാത്രം ഉപയോഗിച്ച് ചെയ്യാം. അലോവേറ ഇല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ മാത്രം ഉപയോഗിച്ച് ചെയ്യാം. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്ന നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ചേർത്തിട്ടുള്ള കഞ്ഞിവെള്ളം, അലോവേറ, ചെമ്പരത്തി ഇത് 3 നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. ഈ 3 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രമാണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ 3 നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ 3 ഉപയോഗിക്കുക, ഏറ്റവും നല്ലതാണ്. അപ്പോൾ സ്കാൽപ്പിൽ മുടിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ പാക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കഴുകുന്ന കാണിക്കുന്നില്ല, വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, വെറുതെ വെള്ളത്തിലാണ്. അപ്പോൾ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, കഞ്ഞിവെള്ളം ആകുമ്പോൾ എന്തായാലും അതിൻ്റെ പശവശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. പിന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങിക്കായിട്ട് നൈറ്റ് ഹെയർ കെയർ അറിയാമല്ലോ, നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല റിസൾട്ട് തരുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.